ഐശ്വര്യയെ, ഈ രാധാകൃഷ്ണൻ ചേട്ടനെ നമ്മുടെ ഇവിടെയുള്ള കേശവമാമനുണ്ടല്ലോ, കേശവമാമൻ വളരെ ഗംഭീരമായിട്ട് അനുകരിക്കും. പല സന്ദർഭങ്ങളിൽ ഞാൻ അനുകരിച്ച് കണ്ടിട്ടുള്ളതാണ്. അതല്ല, എന്നെ അനുകരിച്ച് ഒരുപാട് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് ഈ കേശവമാമൻ, നിങ്ങളുടെ കേശവമാമൻ. സിനിമകൾ ഏതെങ്കിലും ചെയ്തിരുന്നു രാധാകൃഷ്ണൻ ചേട്ടാ? ഞാനൊരു 8-9 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് അണ്ണാർക്കണ്ണ് തന്നെ അല്ലായത് കലാഭവമണി നായകനായിട്ടുള്ള സിനിമയിലാണ് ആദ്യമായിട്ട്. അതൊരു നാണിത്തളുടെ പോലത്തെ ഒരു ഫീമെയിൽ വേഷം തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും മെയിൽ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിനകത്ത് രാധാകൃഷ്ണൻ ഒരു ആണാണ് ആ വേഷം ചെയ്തെന്നുള്ളത് പലർക്കും അറിയില്ല. ആ പടത്തിനകത്ത് ഒരു അമ്മൂമ്മയായിട്ട് തന്നെയാണ് രാധാകൃഷ്ണൻ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ കലാഭവമണി അടക്കം ഈ ജാഫർ അടക്കം എല്ലാവരും ഈ ഫീമെയിൽ വേഷം വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഫീമെയിൽ വേഷം അടിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മാത്രം അത് തുടർന്ന് ആ തള്ളയായിട്ട് തന്നെ അവസാനിക്കണം. അളിയൻ്റെ കുറച്ച് പൈസ കടം പേടിച്ചിട്ടാണ് ഹരിശ്രീയിൽ വന്നത്. അപ്പോൾ അവിടെ മ്യൂസിക് എടുക്കുന്ന ആൾക്കാരെ മാത്രം മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കാണ് മ്യൂസിക് ഒരു പാട്ടിന്റെ പോലും ഒച്ചെടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഹാസ്യഗാനങ്ങളായിരുന്നോ? ഇല്ല, സൂപ്പർ പാട്ട്. ഒരു ഉദാഹരണത്തിന് ഒരു നാടകാനം. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ തുറക്കുകയില്ല. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. രാധാകൃഷ്ണന്റെ പാട്ട് പഠിച്ചിട്ടുള്ളതല്ലേ? ഒരു 5-6 വർഷം പോയി പഠിച്ചിട്ടുണ്ട്. 6 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ശ്വാസതടസ്സം കാരണം ബൈപ്പാസ് കഴിഞ്ഞ് എന്റെ ഒരു ഇതുണ്ട്. പക്ഷെ 6 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളാണ് കേട്ടോ രാധാകൃഷ്ണൻ ചേട്ടൻ. അതെ. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടാ, നമ്മുടെ ഈ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. രാധാകൃഷ്ണൻ ചേട്ടനെ ആദരിക്കുവാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ഐഷുവിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. ശ്രീ ഹരിശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലും ഒപ്പമൊക്കെ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. ഒരു അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞു, നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന, ഏകദേശം 40 വർഷത്തോളമായിട്ട് ഹാസ്യ ലോകത്ത് നിൽക്കുകയാണ്. ഒരുപാട് മലയാളികളെ അവരുടെ ടെൻഷനുകളിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി അതിമനോഹരമായ തമാശകൾ, കഥാപാത്രങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഒരാളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിനെ അലങ്കരിച്ചതിന് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒപ്പം ഫണ്ട്സ് അപ്പോൺ എ ടൈം ടീമിൻ്റെ വകയായിട്ട് അദ്ദേഹത്തിന് ചെറിയ ഒരു ഉപഹാരം കൂടെ ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു.